ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു ബേബി ഫ്രോക്കിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു വെൽവെറ്റ് ഫ്രോക്കാണ്. ഞാനിതിൽ ഡിസൈൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ രണ്ട് കോളറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ആ യോക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു റൗണ്ടൊക്കെ കൊടുക്കുന്നത് ഈ സ്ട്രെൻസിൽ വെച്ചാണ്. ഇതിൽ നമുക്ക് പല ഷേപ്പിലുള്ള ഡിസൈൻസ് നമുക്കിങ്ങനെ ഈസി ആയിട്ട് വരച്ചെടുക്കാം. ഞാനിവിടെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈഡർ വെബ് റോസ് സ്റ്റിച്ചാണ് എടുക്കുന്നത്. ഇഷ്ടമുള്ള ടൈപ്പ് സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. ഈ റോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റൗണ്ട് വരയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള വലിപ്പം എന്തോരാണ് വേണ്ടത് ആ വലിപ്പത്തിലുള്ള ഒരു റൗണ്ട് വരയ്ക്കുക. എന്നിട്ട് ഒരു 5 ലൈന് നൂല് കൊണ്ട് തന്നെ പല ഭാഗത്തായിട്ട് കൊടുക്കുക. നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോവാതെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു 5 ലൈൻ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നടുവിലായിട്ട് കുത്തി നമുക്ക് ഈ ലൈനിൽ ഒന്നിടവിട്ട് നൂല് കയറ്റി കൊടുക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. നൂലിത്തിരി ടൈറ്റാക്കി കൊടുക്കരുത്. ഇങ്ങനെ ഒന്നിടവിട്ട് നൂല് കയറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ, അതായത് നമ്മൾ ആ റൗണ്ട് വരച്ചിരിക്കുന്നിടം വരെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ നമുക്ക് ആ ഒരു ഫ്ലവർ കിട്ടുന്നിടം വരെ ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ ഒന്നിടവിട്ട് നൂലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. ഈ സൂചി ഇങ്ങനെ തിരിച്ച് പിടിച്ച് നമ്മൾ ഇതിലൂടെ കയറ്റുകയാണെങ്കിൽ ആ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിലെ നൂലും കൂടി ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറി ചിലപ്പോൾ കുരുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ റൗണ്ട് കൊടുത്തിരിക്കുന്നിടത്തെല്ലാം നമ്മുടെ ഈ ഒരു ഫ്ലവറാണ് വരുന്നത്. ഇനി ബാക്കി സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് ഞാൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ചെയിനും ഒരേ അളവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്കൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ട് ഇതെടുക്കാം. ഇങ്ങനെ ഒരേ പാറ്റേണിൽ എല്ലാ ഭാഗത്തും ചെയിൻ സ്റ്റിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഡിസൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറ് ഹീറ്റ് ഇറേസർ മാജിക് പെന്നാണ്. അത് നമുക്ക് പല കളറുകളിൽ നമുക്ക് കിട്ടും. ഇതുപോലെയുള്ള വെൽവെറ്റ് ഫ്രോക്കിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡിസൈൻ ഒന്ന് വരച്ചിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഡിസൈൻ കാണാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഫുള്ള് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ബ്രാഞ്ചിൻ്റെ ഭാഗത്ത് ലോങ് ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ എടുത്തിട്ട് 2 പ്രാവശ്യം ഞാൻ റാപ്പ് ചെയ്ത് സൂചി താഴോട്ടേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു എൻഡ് ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു മൊട്ട് പോലെയും ബാക്കിയുള്ള ഭാഗം നീളത്തിലും കിട്ടും. ഇങ്ങനെയാണ് ഓരോ ബ്രാഞ്ചും ചെയ്തെടുക്കുന്നത്. ഈ ഫ്രഞ്ച് നോട്ടിനായിട്ട് ഞാൻ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡിലുള്ള ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്.
ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ഡിസൈൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്